എൻഡിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു ബുഷുണ്ട്, ബുഷല്ല ഹാൻഡിൽ വെയിറ്റർ സെറ്റ് ചെയ്യുന്ന കാര്യം സിമ്പിളാണ്. ആ ഒരു ഐഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതുവരെ സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ വാങ്ങി ഈ ഒരു സംഭവം മെയിനായിട്ട് വാങ്ങേണ്ടി ഈ അല്ലെങ്കിൽ വോൾട്ടും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പം വണ്ടിയിൽ ചെറിയൊരു വർക്കാണ്. ചെറിയ വർക്ക് മീൻസ് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഈ നമ്മുടെ വണ്ടിയിൽ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്ത് ഈ ഒരു സംഭവത്തിന് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുമ്പം ഈ ഒരു സംഭവം ചെയ്യുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ പലരും എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിൽ നമ്മൾ ചെയ്തില്ലേ. അപ്പോൾ അതിനോട് കൂടെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ അന്ന് സമയമില്ലാത്തത് കൊണ്ടും അതുപോലെ എന്താ പറയുക ഇരുട്ടായത് കൊണ്ടൊക്കെ പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻഡിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു ബുഷുണ്ട്, ബുഷല്ല ഹാൻഡിൽ വെയിറ്റർ. അപ്പോൾ ആ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിൽ തന്നെ ഞാൻ ആദ്യം ഈ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്ത സമയത്ത് ഹാൻഡിലിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിനി, അതായത് ഒന്ന് ചെറുതായിട്ട്. ഇനി ആ ഒരു സംഭവം കൂടെ വരുമ്പോൾ ഹാൻഡിൽ വലുതായി തോന്നരുതെന്ന് കരുതിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ സംഭവം സിമ്പിളാണ്, സെറ്റ് ചെയ്യുന്ന കാര്യം സിമ്പിളാണ്. ആ ഒരു ഐഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതുവരെ സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ഉണ്ടാവും. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഹോളാണ്, ഇതിന് എന്താ പറയുക ആ ഒരു സംഭവം ത്രെഡ് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. ചെറിയൊരു നാക്കുണ്ട്, ആ ഒരു നാക്ക് യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരിപാടിക്ക് പോകല്ലേ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ സാധനം പോയി വാങ്ങിക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സൈഡിന് 110 അങ്ങനെ എങ്ങാണ്ട് പ്രൈസ് വരുന്നുണ്ട് ഒറ്റ സൈഡിന്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രൈസ് ഉണ്ട് ഈ ഒരു ഹാൻഡിൽ വെയിറ്ററിൽ വെച്ച് നോക്കുമ്പോൾ. പൾസറിൻ്റെനും അത്യാവശ്യം കണ്ടു കേട്ടോ, ഒരു ആ റേഞ്ചൊക്കെ പൾസറിൻ്റെനും വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റോയലിൽ പോയിട്ട് സാധനം വാങ്ങിക്കാം. ഞാൻ അന്ന് അവിടെ ചോദിച്ചിരുന്നു, അപ്പോൾ അന്ന് അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എടുത്ത് ചാടി ഓരോന്നങ്ങ് ചെയ്യണ്ട. ഒന്നാമത് പറയുമ്പോൾ 2 കളറുണ്ട്, ബ്ലാക്കും ഉണ്ട് സിൽവറും ഉണ്ട്. അപ്പോൾ ഏത് കളർ ചൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് വാങ്ങിച്ചില്ല. പകരം നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ പോയി സാധനം വാങ്ങിയേക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ സ്പെയർ വാങ്ങിച്ച ഷോപ്പ്. അപ്പോൾ ഇത് ഏകദേശം പഠിക്കൽ ഉള്ളൊരു സ്പെയർ ഷോപ്പാണ്. ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ള കാര്യമൊക്കെ ഞാൻ അനീസിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ ലുക്ക്. ഇനി ആഫ്റ്റർ ലുക്ക് കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റ് ആണ്. എത്രത്തോളം ലെങ്ത്ത് വരും എന്നുള്ള കാര്യമൊക്കെ അറിയണം. അങ്ങനെ നമ്മൾ അനീസിൻ്റെ അടുത്ത് വന്നാണ്ട് എന്ത് ചെയ്ത് പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യം തന്നെ നമ്മൾ ഹാൻഡ് ഗ്രിപ്പ് അയച്ചാറ്റി. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്തരാം കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഈ ഒരു സംഭവം മെയിനായിട്ട് വാങ്ങേണ്ടി ഈ അല്ലെങ്കിൽ വോൾട്ടും അതുപോലെ ഈ ഒരു വാഷറും. ഈ ഒരു വാഷർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹാൻഡിലിൻ്റെ എൻഡിൽ വെൽഡ് ചെയ്ത് വെക്കണം. അതുപോലെ വാഷറിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ബോൾട്ട് വെൽഡ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു നാക്ക്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലേ അനീസേ? ഗൈസ്, ഇതാണ് നമ്മളെ അനീസിൻ്റെ വെൽഡിങ് മെഷീൻ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീഡിയോ എടുത്താണ്ട് ചെയ്തു പോകാം അല്ലേ. അങ്ങനെ ഫൈനലി നമ്മുടെ വെൽഡിങ് കഴിഞ്ഞ്. പക്ഷേ ഇപ്പം കാണുമ്പോൾ ഒരു ചെറിയ വൃത്തിക്കേട് പോലെയൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്താണ്, ഈ ഒരു സംഭവമൊക്കെ ചെയ്തു വരുമ്പോൾ വൃത്തിയാവും. ഒന്നാമത് ഈ ഒരു ചെറിയ സ്പോട്ടിൽ വെൽഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഈ മെയിൻ സംഭവം. ഇതേ കണ്ടില്ലേ, ഇതുപോലൊക്കെയാണ് നമുക്ക് സെറ്റായി കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ മേലുള്ള ചൂട് ഇതിൻ്റെ മേലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സാധനം ഓക്കെ ആവുമെന്നാണ് പ്രതീക്ഷിക്കണേ. നമ്മൾ ഇത് എന്താ പറയുക 10 ചെയ്യുമ്പം ഒന്നുകൂടി നേക്കൗട്ട്. അതായത് ഇതിപ്പോൾ 12-ൻ്റെ വോൾട്ടാണ്. ഈ 12-ൻ്റെ വോൾട്ട് ഇടുന്നോണ്ടുള്ള മെച്ചം എന്താ അറിയും, ഞാൻ കാണിച്ചു തരാം. 12-ൻ്റെ വോൾട്ട് ഇടുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പം ഫുൾ വൃത്തിയാകാരം ഭാഗം. ഇതിങ്ങനെ മുമ്പ് ഇവിടെ ഇങ്ങനെ ഫില്ലായി നിൽക്കും. അതാണ് ഈ 12-ൻ്റെ ത്രെഡുള്ള ഈ ഒരു അല്ലെങ്കിൽ വോൾട്ട് ഇടുമ്പോൾ എന്ത് വരുന്നത് കിട്ടുന്ന യൂസ്. പക്ഷെ 10 ആണെങ്കിൽ ഇതിൽ ഒരു ലൂസായി നിൽക്കും. ആ ഒരു സെൻട്രൽ പൊസിഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു 12-ൻ്റെ വോൾട്ട് ആകുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇവിടെ ഉള്ള ഈ ഒരു സംഭവം, അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് വാഷറിൽ ചെയ്യൽ കുറച്ച് ടാസ്ക് ആവും. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്തതാണ്. ഗൈസ്, അങ്ങനെ ഇന്നലെ നമ്മൾ അനീസിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് സംഭവം വർക്കൗട്ട് ആയില്ല മീൻസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. എന്തൊരു വർക്കാണെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അനീസിൻ്റെ അടുത്ത് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ നോർമൽ ഇലക്ട്രിക് വെൽഡാണ്. ഇങ്ങനത്തെ ചെറിയ സ്പോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ് വെൽഡാണ്. അങ്ങനെ നമ്മൾ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടാത്ത കാരണം ഞാൻ രണ്ടാമത് എന്താ പറയുക ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സ്പോട്ടിൽ കൊണ്ടുപോയി ഗ്യാസ് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെൽഡ് ചെയ്ത ആ ഒരു പോർഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം അയക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. പിറ്റേ ദിവസമാണ് ഇന്നലെ. പിന്നെ ഇരുട്ടായി. ഗ്യാസ് വെൽഡ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ
ഇരുട്ടാവുകയും പോരാത്തതിന് കൈക്ക് ചെറിയ പണിയൊക്കെ കിട്ടി. അതായത് എന്താ പറയുക, വണ്ടി ആദ്യം ഈ ഒരു സൈഡിന് വെൽഡ് ചെയ്തിനി. അപ്പോൾ ഈ ഒരു സൈഡ് വെൽഡ് ചെയ്ത് അങ്ങേര് ഈ ഒരു സൈഡ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ കോഡ് വയർ എത്താത്ത കാരണം എന്നോട് വണ്ടി തിരിച്ചിടാൻ പറഞ്ഞു. ന്യൂസേഫ് ഉണ്ടേനി എൻ്റെ കൂടെ. പക്ഷേ ഓന് ഇവിടെ വെള്ളമൊക്കെ പറഞ്ഞു ഇനി ചൂട് പോകാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ പറഞ്ഞ് നോർമലായി എന്ന് പെട്ടെന്ന് അങ്ങനെ വണ്ടി ഒന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ വെൽഡ് ചെയ്ത് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് ഹാൻഡിലാണ്ട് പിടിച്ചപ്പം ഈ ഒരു സ്പോട്ട് അങ്ങോട്ട് പൊള്ളി. ഇപ്പോൾ ഞാനിതിൻ്റെ പോർഷൻ ശരിക്കും കാണിച്ചത് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടും പോയി. ഈ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഗ്യാസ് വെൽഡ് നല്ല വൃത്തിക്കാവും ചെയ്യും, ഒരു പെർഫെക്ഷനും കിട്ടും. മറ്റേതാവുമ്പോൾ ഒരു നേക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ അല്ലെങ്കിൻ്റെ വോൾട്ട് മാറ്റിയാണ് 10ൻ്റെ അല്ലെങ്കിൽ വോൾട്ട് ആക്കിയിട്ടുണ്ട്. 10ൻ്റെതിലാണ് വെൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സുഖം മീൻസ് 10ൻ്റെതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാഷർ കറക്റ്റ് ഇവിടെ നിൽക്കുക. നമ്മൾ ഈ ഒരു ബോൾട്ട് ഉണ്ടല്ലോ, ബോൾട്ട് വാഷറിൽ വെൽഡ് ചെയ്യുമ്പോൾ ബോൾട്ടിൻ്റെ ആ ഒരു സ്പേസും പിന്നെ വെൽഡ് ചെയ്ത ആ ഒരു പോർഷനും കൂടെ വരുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പാടേ കയറും. സംഭവം മനസ്സിലായില്ലല്ലോ. അതായത് നമ്മൾ ആ ഒരു പ്ലേറ്റ് വാഷറിൻ്റെ പുറത്ത് ഇങ്ങനെ ബോൾട്ട് വെൽഡ് ചെയ്യില്ലേ, അപ്പോൾ വെൽഡ് ചെയ്ത സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയ സംഭവം വെൽഡിൻ്റെ ഒരു സാധനം. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് വാഷർ ബോൾട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ആ ഒരു ബോൾട്ട് കറക്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കില്ല. ആ ഒരു വെൽഡിങ്ങിൻ്റെ ആ ഒരു സ്പോട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അത് ഹാൻഡിലിൻ്റെ അവിടെ അങ്ങനെ തട്ടും. 12ൻ്റെ ബോൾട്ട് ഇടുമ്പോഴുള്ള പ്രശ്നമാണ്. പക്ഷേ 10ൻ്റെ ബോൾട്ട് ആകുമ്പോൾ നമുക്കതൊരു വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ഔട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷൻ എങ്ങനെയുള്ളത്, ഈ ഒരു കട്ട അയച്ച് കഴിയുമ്പോൾ അവിടെയുള്ള പോർഷൻ എങ്ങനെ ഉണ്ടാവുക കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ, ഇലക്ട്രിക് വെൽഡിനാട്ടിലും ഒന്നുകൂടി ബെറ്റർ ഗ്യാസ് വെൽഡാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും തിരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ആക്സിലറേറ്ററിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ആക്സിലറേറ്ററിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ ജാമായി നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ പോർഷനാണ്. അപ്പോൾ ഒരു പോർഷൻ എന്ത് ചെയ്യണം, നമുക്ക് കവർ ചെയ്യണം മീൻസ് ഒരു ഡിസ്റ്റൻസ് വേണം അവിടെ, എന്നാലാണ് ഇതൊരു പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേറ്റർ എന്താവും, ജാം ഉണ്ടാവും. അപ്പോൾ അതിന് ഞാൻ അനീസിൻ്റെ ഷോപ്പിൽ നിന്ന് തപ്പിയിട്ട് ഒരു വാഷർ എടുത്ത് ഒപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവം നമുക്ക് എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു വൃത്തിക്ക് കിട്ടിന്. വാഷറൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ബോൾട്ട് അവിടെ വെൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഇനി അനീസിൻ്റെ ഷോപ്പിൽ നിന്ന്. ഇലക്ട്രിക് വെൽഡ് ആയതുകൊണ്ട് അത് നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഗ്യാസ് വെൽഡിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എന്താ പറയുക, കുറച്ച് പരിശ്രമിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഇപ്പം എങ്ങനെയുണ്ട്, ഇതാണ് ആ ഒരു ഔട്ടർ ലുക്ക്. അതായത് ആ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വരുമ്പോൾ പോട്ടെ, നമുക്ക് ആ ഒരു സ്പേസും ഉണ്ട് ആക്സിലറേറ്ററിനുള്ള. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഈ ഒരു പോർഷനത്തെ ലുക്ക് അങ്ങനെയാണ്. അതുപോലെ ഈ ഒരു പോർഷനത്തെ ലുക്കും ഇങ്ങനെയാണ്. ഗ്യാസ് വെൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു നിലക്കുള്ള വളവ് ചെരിവൊന്നുമില്ല. ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ ചോദിച്ചപ്പോൾ വേണ്ടി പോകണം. അപ്പോൾ സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ 1-2 കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്യാസ് വെൽഡ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാവുമ്പോൾ ഒന്നുകൂടെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ 10ൻ്റെ ബോൾട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതായത് വലിപ്പമുള്ള വാഷറിൽ 10ൻ്റെ ബോൾട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. 12ൻ്റെ ബോൾട്ട് ഇടരുത്. 12ൻ്റെ ബോൾട്ട് ഇടുമ്പോഴാണ് എന്താവുക, നമുക്ക് ഈ ഒരു ഹോൾ ഫില്ലായി നിൽക്കും. പക്ഷേ 10ൻ്റെ ബോൾട്ടിലാണ് സംഭവം ഒരു പെർഫെക്ഷൻ കിട്ടുക. ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ കാര്യം. ഇപ്പോൾ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ഡേ ആയിട്ട് കാണാം. ബൈ ഗൈസ്.